നമ്മുടെ കർത്താവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ അനുസ്മരണ, അതിൻ്റെ അനുഭവത്തിലേക്ക് നാം എല്ലാവരും വന്നുചേർന്നിരിക്കുന്ന ഒരു അനുഗ്രഹകരമായ ദിവസമാണ്. In fact, this is the only day in the history of our church that we are gathering together, but there is no Holy Kurbana. എല്ലാവരും പള്ളിയിൽ വരുന്ന ദിവസമാണ്, പക്ഷെ അന്ന് വിശുദ്ധ കുർബാന ഇല്ലാത്ത ദിവസമാണ്. അച്ഛന്മാർ കുറഞ്ഞ 2 നേരമെങ്കിലും കാപ്പരണി, സാധാരണ പുരോഹിതൻ അംശവസ്ത്രങ്ങൾ ധരിക്കുന്നത്, കാപ്പയണിയുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ദുഃഖവെള്ളിയാഴ്ച മാത്രം നമ്മളെല്ലാവരും സാധാരണയിൽ കവിഞ്ഞ് ഒരുപാട് നേരം പള്ളിയിൽ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ ദിവസം വിശുദ്ധ കുർബാനയില്ല. കാരണം another great sacrifice is taking place at Calvary. So there is no relevance to celebrate a Holy Kurbana here. ഒരു വലിയ സാക്രിഫൈസ്, ഒരു യാഗം ഇന്ന് കാൽവറിയിൽ നടക്കുന്നത് കൊണ്ട് മറ്റൊരു യാഗം ദേവാലയങ്ങളിൽ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. കാരണം ആ യാഗത്തേക്കാൾ, ആ പരമയാഗത്തേക്കാൾ, ദ ഗ്രേറ്റ് സാക്രിഫൈസ്, ആ പരമയാഗത്തേക്കാൾ മറ്റൊന്നിനും ഇന്ന് റെലവൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയും, മാമോദീസ വെള്ളം വീണ എല്ലാവരും പോകുന്ന, പള്ളിയിൽ പോകുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ഒരു തരത്തിൽ സത്യമാണ്. ഇവിടെ മിക്കവാറും എല്ലാ ആളുകളും പള്ളി അന്വേഷിച്ച്, കാരണം നാം മറ്റൊരു ദേശത്ത്, മറ്റൊരു അവസ്ഥയിലായതുകൊണ്ട് നമ്മുടെ ഒരു കൂടിവരവിന്റെ പ്രധാന സ്ഥലം ദേവാലയമായതുകൊണ്ട് നാം എല്ലാവരും പള്ളി അന്വേഷിച്ച് പള്ളിയിൽ ആരാധനയിൽ പ്രത്യേകിച്ച് ഈ ദിവസം വന്നുകൂടും. നാട്ടിൽ അങ്ങനെയല്ല സ്ഥിതി. എന്നാൽ എല്ലാവരും മാമോദീസ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ അവനൊരു ബോധോദയം ഉണ്ടാകും, എനിക്കിന്ന് പള്ളിയിൽ പോകണം. കാരണം അതൊരു വലിയ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് വേണ്ടിയാണല്ലോ, എനിക്ക് വേണ്ടി ഒരാളെന്ന് കുരിശിലേറിയിട്ടുണ്ടല്ലോ എന്ന ചിന്തയായിരിക്കാം എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും മറ്റു ദിവസങ്ങളിൽ പള്ളിയിൽ പോയില്ലെങ്കിലും ഇന്ന് പള്ളിയിൽ പോകാൻ തക്കവണ്ണം നിർബന്ധിതമാക്കുന്ന കാര്യം. കാൽവറിയിൽ ഈ ദിവസം 3 വലിയ കുരിശുകൾ നാട്ടിയിട്ടുണ്ട്. ദേവാലയത്തിൽ നമുക്ക് ഒരു കുരിശേ ഉള്ളുവെങ്കിലും കാൽവറിയിൽ 3 വലിയ കുരിശുകൾ നാട്ടിയിട്ടുണ്ട്. ആ 3 കുരിശുകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മധ്യത്തിലുള്ളത് ക്രിസ്തുവിന്റെ കുരിശാണെന്നും ഇടത്തും വലത്തുമായി 2 കള്ളന്മാരുടെ കുരിശുണ്ട് എന്ന് നമുക്കറിയാം. പിതാക്കന്മാർ ഈ കുരിശുകളെ പറ്റി വ്യാഖ്യാനിക്കുന്നത്, ഒന്നാമത് the cross at the center is known as the cross of redemption. The cross at the center is known as the cross of redemption. വിടുതലിന്റെ കുരിശാണ് മധ്യത്തിലുള്ളത്. എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ, എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ, എന്റെയും നിങ്ങളുടെയും ബലഹീനതകളെ പരിഹരിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം, നമ്മെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു തന്റെ ശരീരവും രക്തവും പങ്കുവച്ച് ഹീനമായി കൊല്ലപ്പെട്ട ആ കുരിശ് യഹൂദനെ സംബന്ധിച്ച് അതൊരു കൊലപരമായിരുന്നുവെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ച് ഇറ്റ്സ് എ ക്രോസ് ഓഫ് റിഡംഷൻ, വിമോചനത്തിന്റെ, വിടുതലിന്റെ, വീണ്ടെടുപ്പിന്റെ കുരിശാണ്. ഇടതുവശത്ത് മറ്റൊരു കുരിശുണ്ട്. ആ കുരിശിനെ പിതാക്കന്മാരെ വിളിക്കുന്നത് ദ ക്രോസ് ഓഫ് റെബലിയൻ, മറുതലിപ്പിന്റെ കുരിശാണ്.
ഇടതുഭാഗത്തുള്ളവന് യാതൊരു മാനസാന്തരവുമില്ല. അവൻ പഴിചാരുകയാണ്, നീ ഈ കിടക്കുന്നത് എന്നെ പോലെ ഒരു കുറ്റവാളി ആയതുകൊണ്ടാണ്. ഞാൻ കുറ്റം ചെയ്തു, അതിനുശേഷം ഞാൻ അനുഭവിക്കുന്നു, നീയും കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ റബലിയസ് ആയിട്ട് പെരുമാറുന്ന ഒരു ചിത്രമാണ് വേദപുസ്തകം നമുക്ക് ഇടതുഭാഗത്തുള്ളവനെ കുറിച്ച് നൽകുന്നത്. അതുകൊണ്ട് പിതാക്കന്മാരെ കുരിശിന് പേര് കൊടുത്തു ദ ക്രോസ് ഓഫ് റെബലിയൻ. എന്നാൽ വലതുവശത്ത് മറ്റൊരു കുരിശുണ്ടായിരുന്നു. ആ കുരിശിന് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന പേര് ദ ക്രോസ് ഓഫ് റെപ്പന്റൻസ്. ദ ക്രോസ് ഓഫ് റെപ്പന്റൻസ്, മാനസാന്തരത്തിന്റെ, ഏറ്റുപറച്ചിലിന്റെ, അനുതാപത്തിന്റെ കുരിശ്. വേദപുസ്തകം വായിച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായി ഈ ഇടത്തുള്ള ആളാണ് ഇങ്ങനെ പറഞ്ഞത്, വലത്തുള്ള ആളാണ് ഇങ്ങനെ പറഞ്ഞത് ഒന്നും മനസ്സിലാക്കുകയില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് റൈറ്റ് ഈസ് ഓൾവേസ് റൈറ്റ്, വലതുവശം എപ്പോഴും ശരിയാണെന്ന് ഉള്ള ചിന്തയുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കും. വേദപുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ വലതു ഭാഗത്തുള്ളവനാണ് അങ്ങനെ പറഞ്ഞതെന്നും ഇടതു ഭാഗത്തുള്ളവനാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊന്നും ഇല്ല. എന്നാൽ പിതാക്കന്മാരുടെ ചിന്തയിൽ ഇടത്ത് എപ്പോഴും അഹങ്കാരത്തിന്റെയും അധപ്പതനത്തിന്റെയും ഭാഗമാണെന്നും റൈറ്റ് ഈസ് ഓൾവേസ് റൈറ്റ്, വലതുവശം എപ്പോഴും ശരിയാണെന്നുള്ളത് കൊണ്ടാണ് നാം ആ രീതിയിൽ വലതുഭാഗത്തുള്ള കുരിശാണ്, വലതുഭാഗത്തെ കുരിശിൽ കിടന്നവനാണ് അനുതാപത്തോടെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ആ കുരിശിനെ അങ്ങനെ വിളിക്കുന്ന ക്രോസ് ഓഫ് റെപ്പന്റൻസ്. അതുകൊണ്ട് കാൽവരിയിലെ 3 കുരിശുകൾ, the cross of redemption, that is the cross of Jesus Christ, the cross of rebellion, that is the cross on the left side, and the cross of repentance, that is on the right side. ഇങ്ങനെ 3 കുരിശുകൾ കാൽവരിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതിൽ നാം നിൽക്കുന്നത് മധ്യഭാഗത്തുള്ള കുരിശിന്റെ ചാരയിൽ ചേർന്നുകൊണ്ടാണ്, അതിലേക്ക് നോക്കിക്കൊണ്ടാണ് നാം നിൽക്കുന്നത്. പക്ഷെ ഇന്ന് യെരുശലേമിലേക്ക് ഒന്ന് ചെന്നാൽ ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ഒരു പെസഹ പെരുന്നാളിന് വന്നവരാ, യേശുവിനെ കുരിശിക്കുന്നത് അറിഞ്ഞുകൊണ്ട് വന്നൊന്നുമല്ല. എല്ലാ യഹൂദനെയെ സംബന്ധിച്ചും അവന്റെ ഒരു കടപ്പെട്ട ദിവസമാണ് പെസഹ പെരുന്നാളിന്റെ പള്ളിയിൽ പോകുക എന്നുള്ളത് കൊണ്ട് പെസഹായിക്ക് വന്നവരാണ്. അവിടെയാണ് അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരാളെ കുരിശിക്കുന്നത് കൊണ്ട് ആ കുരിശിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ ആ ഒരു ആരവത്തിൽപ്പെട്ട് ധാരാളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അതിൽ ക്രിസ്തുവിനെ ദുഷിക്കുന്നവരുണ്ട്, അതിൽ ക്രിസ്തുവിന് വേണ്ടി കരയുന്നവരുണ്ട്, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ കുരിശ് വഹിച്ചവരുണ്ട്. അങ്ങനെ ഒരു വലിയ സമൂഹം യെരുശലേമിൽ കൂടി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? പരിഹാസത്തിന്റെ ഭാഗത്തോ, സഹതപിക്കുന്നവരുടെ ഭാഗത്തോ, വഹിക്കുവാൻ കൊണ്ട് അവന്റെ ഭാരം വഹിക്കുവാൻ നിൽക്കുന്നവരുടെ ഭാഗത്തോ എവിടെയാണ് നാം നിൽക്കുന്നത്? മോഹപ്രകൃതി പോലും ഇന്ന് കരയുകയാണ്. പക്ഷെ നമുക്ക് വളരെ സിംബോളിക്കായി തോന്നിയേക്കാം. നമ്മുടെ ഒന്നാമത്തെ പ്രദക്ഷിണം കുരിശും വഹിച്ചുകൊണ്ട് പോയ സമയത്ത് ഒരു ഡ്രസ്സിൽ ചെറിയ രീതിയിൽ മഴച്ചാറ്റലുണ്ടായി. നമുക്കതേ ഒരു സാധാരണ സംഭവമായ ഒരു പക്ഷേ തോന്നിയേക്കാമെങ്കിലും ഞാനതിനെ കാണുന്നത് അതൊരു പ്രകൃതിയുടെ കണ്ണീരാണ്. കാരണം പ്രകൃതി പോലും ഈ ദിവസം ദുഃഖത്തോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ദിവസമാണ്. ഈ ദേശത്തെ സംബന്ധിച്ച് ഇവിടെ ഇന്ന് പൊതു അവധിയുടെ ദിവസം കൂടിയാണ്. ലോകമാസകലം ചില രാജ്യങ്ങളൊഴിച്ച്, ചില സ്ഥലങ്ങളിലൊഴിച്ച്, ഇന്ന് നമുക്കറിയാം ദുബൈയിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏകദേശം 25,000-ലധികം ആളുകൾ ദുബായ് പള്ളിയിൽ മാത്രം ഈ ദുഃഖവെള്ളിയാഴ്ച വന്നു ചേരും. പക്ഷെ ഇന്ന് അവിടെ ആളുകൾക്ക് ഒത്തുചേരാൻ ഒന്നും കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പൊ ചിലരൊക്കെ പ്രതീക്ഷയോടെ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നവർക്ക് അവിടെ പോയി സംബന്ധിക്കാനൊക്കെ ഒന്നും കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നത് നാം നന്മയുടെ വശത്ത് നിൽക്കുവാൻ, അനുതാപത്തിന്റെ വശത്ത് നിൽക്കുവാൻ, സഹനത്തിന്റെ വശത്ത് നിൽക്കുവാനൊക്കെ കൊണ്ടുമുള്ള ഒരു വിളിയായിട്ടാണെന്ന് ഓർക്കുക. അല്പം മുമ്പ് നാം
പാടി അവസാനിപ്പിച്ച ഒരു പാട്ടിൽ വളരെ മനോഹരമായി ഈ പ്രകൃതി തമ്പുരാന്റെ പീഡാനുഭവത്തിൽ ദുഃഖിക്കുന്നതിനെ കുറിച്ച്, ഒരു മരം കരയുന്നതിനെ കുറിച്ച് പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ചൊല്ലുന്നു മരം കഷ്ടമെനിക്കെന്തുളവായി ശ്രേഷ്ഠീശനയൻ മീദേഹ കുരിശിച്ച മഴമഞ്ഞൻ നിലയാലവനെന്നെ പോറ്റി ഞാൻ അപകാരം ചെയ്തോ മശിഹാതൻ ക്രൂശകരാം യോധന്മാരെ കഷ്ടം. മരം പറയുകയാണ്, എനിക്ക് കഷ്ടം. ദൈവം സൃഷ്ടിച്ച മരം പറയുകയാണ്, എനിക്ക് കഷ്ടം. കാരണം ഇവനെന്നെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. വേണ്ട സമയത്ത് മഴയും വേണ്ട സമയത്ത് വെയിലും വേണ്ട സമയത്ത് വേണ്ട പോഷണങ്ങളും ഒക്കെ നൽകി ഇവൻ എന്നെ പോറ്റി. പക്ഷേ ഈ ശപിക്കപ്പെട്ട ജൂതജനം, ഞാൻ എൻ്റെ ദൈവമായി കരുതുന്ന തമ്പുരാന്റെ ശരീരം എന്നോട് ചേർത്ത് ആണി തറച്ചു എന്ന് പറഞ്ഞ് മരം വിലപിക്കുകയാണ്. പ്രകൃതി പോലും തമ്പുരാന്റെ ഈ പീഠാനുഭവത്തിൽ ക്ലേശിക്കുകയാണ്. ഫുൾട്ടൻ ഷീന്റെ ഒരു പ്രശസ്തമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. The only sorrow in my life or any life is not to have loved him enough. The only sorrow in my life or any life is not to have loved him enough. അവനെ വേണ്ടുവോളം എനിക്ക് സ്നേഹിക്കാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. അവനെ വേണ്ടുവോളം സ്നേഹിക്കാൻ തക്കവണ്ണം എനിക്ക് കഴിഞ്ഞില്ല, പക്ഷെ അവൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പണ്ട് കുറെ സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും ഒരു കുരിശും ആ കുരിശിൽ ഒരു തുണിയും ഇങ്ങനെ ഇട്ടിരിക്കുന്നത് മിക്കവാറും എല്ലാ ക്രിസ്ത്യൻ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ഉണ്ട്. അതിന് താഴെ എഴുതി വെച്ചിട്ടുണ്ട്, യേശു ചോദിക്കുകയാണ്, ഹൗ മച്ച് ഡു യു ലവ് മീ? നീ എന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്? എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, then he stretched out his hands and said, I love you this much. പരിധിയില്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം പരിധിയില്ലാതെ സ്നേഹിക്കുകയാണ്. I love you this much. കൈ രണ്ടു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് നീട്ടിക്കൊണ്ട് അവൻ പറയുകയാണ്, അനന്തമായി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ഫുൾട്ടൻ ഷീൻ പറയുകയാണ്, എന്റെ ദുഃഖം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ദുഃഖം, അവൻ എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് അവനെ സ്നേഹിക്കാൻ തക്കവണ്ണം കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദുഃഖം. തങ്ങളുടെ സൃഷ്ടാവിനെ മരത്തിന്മേൽ മനുഷ്യർ തൂക്കി ആ മനുഷ്യരോട് മരം പറയുകയാണ്, മശിഹായെ ക്രൂശിച്ചവളെ നിനക്ക് കഷ്ടം എന്ന് പറയുകയാണ്. എനിക്ക് കഷ്ടം, കാരണം എനിക്ക് വേണ്ടതൊക്കെ നൽകിയ ദൈവത്തെയാണ് നിങ്ങൾ എൻ്റെ മേൽ കുരിശിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഒരുപാട് വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ കാൽവരിയിലെ വൃക്ഷത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ക്രിസ്തുവിനെ കുരിശിച്ച ഈ കുരിശിലേക്ക് വരുന്നതിന് മുമ്പ് വേദപുസ്തകത്തിൽ ഒരുപാട് വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നു. ഒരുപക്ഷെ വേദപുസ്തകത്തിന്റെ കഥ ആരംഭിക്കുന്നത് തന്നെ വൃക്ഷങ്ങളുടെ കഥയിൽ നിന്നാണ്. ഏദൻ തോട്ടത്തിലെ കഥ പറയുമ്പോൾ അവിടെയും എന്തുണ്ട്? വൃക്ഷങ്ങളുണ്ട്. നന്മതിന്മകളുടെ വൃക്ഷം, ജീവന്റെ വൃക്ഷം എന്നൊക്കെ നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആ വൃക്ഷത്തെ സംബന്ധിച്ച് പറയുന്ന പ്രത്യേകത,
ഫലമുള്ള വൃക്ഷമാണ്, എന്നാൽ എല്ലാ ഫലവും തിന്നാൻ അനുവാദം ഇല്ലാത്ത വൃക്ഷം. The tree that bore fruits but not allowed to be eaten. ഫലമുണ്ട്, പക്ഷേ അത് തിന്നാൻ എല്ലാവർക്കും അനുവാദമില്ലാത്ത ഫലത്തെക്കുറിച്ചാണ്, വൃക്ഷത്തെക്കുറിച്ചാണ് ഒന്നാമത് വേദപുസ്തകം നമ്മുടെ മുമ്പിൽ സാക്ഷിക്കുന്നത്. സൃഷ്ടിയുടെ വിവരണത്തിൽ വൃക്ഷത്തിന് വലിയ പങ്കുണ്ട്. ഭൂമിയിൽ ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ 3-ാം ദിവസം ദൈവം ഭൂമിയിൽ പുല്ലും വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ പറയുന്നുണ്ട്, ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതുമായ ഒരു വൃക്ഷവും തോട്ടത്തിന് നടുവിൽ ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ നാം കാണുന്നുണ്ട്, ഫലമുണ്ടെങ്കിലും ഫലം ഭക്ഷിക്കുവാൻ തക്കവണ്ണം അനുവാദമില്ലാത്ത, അത് തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷമാണ് ഒന്നാമത് വേദപുസ്തകത്തിൽ കാണുന്നത്. രണ്ടാമത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. ഫലമില്ലാത്ത വൃക്ഷം, എന്നാൽ ദൈവം ഫലം പുറപ്പെടുവിച്ച വൃക്ഷം. The tree without fruit, but God produced fruit in it. ഫലമില്ലാത്ത വൃക്ഷം, എന്നാൽ ദൈവം ഫലം പുറപ്പെടുവിച്ച വൃക്ഷം. ഒന്നാമത്തെ വൃക്ഷം നാം കാണുന്നത് അതിൽ ഫലമുണ്ട്, പക്ഷേ തിന്നാൻ അനുവാദമില്ല. രണ്ടാമതൊരു വൃക്ഷം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ്. ആ വൃക്ഷത്തിൽ ഫലമില്ല, പക്ഷേ ആ വൃക്ഷത്തിൽ ദൈവം ഒരു ഫലം പുറപ്പെടുവിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, അബ്രഹാം തന്റെ പ്രിയപുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ കൊണ്ടുപോകുന്നതിനെ കുറിച്ച്. അവർ യാത്ര ചെയ്ത് 3 ദിവസം യാത്ര ചെയ്ത് മോറിയാ മലയിൽ ചെന്നു. മകനെ കൈയും കാലും കെട്ടി ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ തക്കവണ്ണം ബലിപീഠത്തിന്മേൽ വെച്ചു, തീയുടെ വിറകിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് കത്തിയെടുത്ത് മകന്റെ കഴുത്തിറക്കാൻ തക്കവണ്ണം പിതാവ് തുടങ്ങുമ്പോൾ, അബ്രഹാമേ, നീ നിന്റെ മകനെ കൊല്ലരുത്, ദൈവത്തിന്റെ കൽപ്പന ഉണ്ടാകുന്നു. പക്ഷേ യാഗത്തിന് നീട്ടിയ കത്തി യാഗം കഴിക്കാതെ രക്തം കാണാതെ തിരികെ വയ്ക്കുവാൻ കൊണ്ടും കഴിയുകയില്ല. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മുൾച്ചെടിയിൽ ഒരിക്കൽ പോലും ഫലമുണ്ടാകാറില്ല. പക്ഷേ ഫലമില്ലാത്ത ആ വൃക്ഷത്തിൽ അന്ന് ആദ്യമായി ഫലമുണ്ടായി. അതിലൊരു മുൾച്ചെടിയിൽ ആട് കിടക്കുന്നു. മുൾച്ചെടിയിൽ കുരുങ്ങിയ ഒരാട് കിടക്കുന്നു. ഫലമില്ലാതിരുന്ന വൃക്ഷം മുൾച്ചെടി, പക്ഷെ അതിൽ ഫലമുണ്ടാക്കുകയും ആ ഫലമെടുത്ത് സ്വന്തം മകന് പകരം അബ്രഹാം ബലിയർപ്പിക്കുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ വൃക്ഷം ഫലമുള്ള വൃക്ഷമായിരുന്നു, എന്നാൽ എല്ലാവർക്കും കഴിക്കുവാൻ തക്കവണ്ണം അനുവാദമുള്ളതായിരുന്നില്ല. രണ്ടാമത്തേത് മുൾച്ചെടിയായിരുന്നു. അതിലൊരിക്കലും മനുഷ്യന് കഴിക്കാവുന്ന ഭക്ഷണം അല്ലെ ഫലമുണ്ടാകുന്ന വൃക്ഷമല്ല. പക്ഷെ അതിൽ ദൈവം ഒരു ഫലത്തെ നൽകി, ഒരാടിനെ നൽകി എന്ന് വായിക്കുന്നുണ്ട്. മൂന്നാമത്തെ വൃക്ഷം പുതിയ നിയമത്തിലാണ് കാണുന്നത്. അത് ഈ വൃക്ഷത്തെ കുറിച്ച് ഓശാന പെരുന്നാളിൽ നാം വായിച്ചു കേട്ടതാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും ഓശാന പെരുന്നാൾ കഴിഞ്ഞ് യേശു തമ്പുരാൻ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അതിന്റെ അടുക്കലേക്ക് ചെന്ന് ഫലം തിരഞ്ഞു. ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് ആ അത്തിയെ ഉണക്കിക്കളഞ്ഞു. ഫലം നൽകേണ്ടിയിരുന്ന വൃക്ഷം, പക്ഷേ ഫലം നൽകിയില്ല. ഫലം നൽകേണ്ടിയിരുന്ന വൃക്ഷമാണ്, പക്ഷെ അത്
ഫലം നൽകാത്ത വൃക്ഷമാണ് പുതിയ നിയമത്തിൽ കാണുന്ന, നമുക്കല്പം വേദന തോന്നുന്ന ഒരു സംഭവമാണിത്. തമ്പുരാൻ അറിയാം. അവിടെ വിശുദ്ധ മത്തായിയും വിശുദ്ധനായ മർക്കോസും പറയുന്നുണ്ട്, അത് ഫലം ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുന്ന ഒരു കാലമല്ലാതിരുന്നത് കൊണ്ടാണ് അതിൽ ഫലമുണ്ടാകാതിരുന്നത്. യേശു തമ്പുരാന് ഈ കാര്യം അറിയാവുന്നതല്ലേ? ഇതിപ്പോൾ അത്തിപ്പഴം കായ്ക്കുന്ന കാലമല്ലാത്തത് കൊണ്ട് അതിൽ എന്തിനാണ് ദൈവം ഫലം തിരഞ്ഞത്? പിതാക്കന്മാരുടെ മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട്. ഫലമില്ലാതിരുന്ന സ്ഥലത്ത് ഫലം നൽകുന്ന അല്ലെങ്കിൽ ഫലം കായ്ക്കാൻ അനുകൂലമായ കാലാവസ്ഥയോ സാഹചര്യമോ അല്ലാതിരുന്ന ഒരു സമയത്ത് പോലും ദൈവം എന്തിന് ആ മരത്തിൽ ഫലം അന്വേഷിച്ചു കാണാഞ്ഞിട്ട് അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് പിതാക്കന്മാരുടെ വ്യാഖ്യാനം. ദൈവം എല്ലാ കാലത്തും നമ്മിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നു എന്നതാണ്. നമുക്ക് ചില റിസർവേഷൻസ് ഒക്കെ പറയാൻ നോക്കും. നോമ്പാകുമ്പോൾ മാത്രം നമുക്കൊരു സ്പിരിച്വാലിറ്റി, നോമ്പ് കഴിയുമ്പോൾ നമ്മുടെ സ്പിരിച്വാലിറ്റി മറ്റൊരു ലെവലിലേക്ക് പോവുകയാണ്. അപ്പൊ ചില കാലങ്ങളിൽ മാത്രം ഞങ്ങൾ ദൈവത്തെ അറിയാം, ചില കാലങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായി ജീവിക്കാമെന്ന് പറയുന്ന മനുഷ്യനോടുള്ള ഒരു വലിയ ചലഞ്ചാണ് ഈ അത്തിവൃക്ഷം. ദൈവം എല്ലാ കാലത്തും നിങ്ങളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നുണ്ട്. ആകാവുന്ന കാലത്തും ആകാത്ത കാലത്തും ദൈവം നിങ്ങളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാലത്തും ഫലം നൽകുവാന്റെ കോണമാണ് ദൈവം നമ്മെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് എക്സ്ക്യൂസസ് ഒരിക്കലും ദൈവത്തിന് മുമ്പാകെ വില പോകുന്നതല്ല. ഇത് വെള്ളിയാഴ്ച പ്രത്യേകമായി ഓർത്തുകൊള്ളുക. നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം ദൈവത്തെ വിളിക്കാനും ആഗ്രഹിക്കാത്തപ്പോൾ ദൈവം വേണ്ടാന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായി നമ്മുടെ ആത്മീയ ജീവിതം മാറരുത്. ഈ അടുത്ത സമയത്ത് പ്രാർത്ഥനയെക്കുറിച്ച് ഒരു കൊട്ടേഷൻ വായിക്കുകയുണ്ടായി. പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ഒരുപാട് നല്ല കൊട്ടേഷൻസ് ഒക്കെ അറിയാം. ആ കൊട്ടേഷൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, prayer is not a spare wheel to take out when you are in trouble. It is a steering wheel to guide you all through. Prayer is not a spare wheel to take out when you are in trouble. It's a steering wheel to drive you or guide you all through your life. പ്രാർത്ഥന ചില സമയങ്ങളിൽ മാത്രം തുറന്നു പോകേണ്ട ഒന്നല്ല. അതൊരു സ്പെയർ വീൽ അല്ല. നമുക്കെല്ലാവർക്കും വണ്ടിക്ക് സ്റ്റെപ്പിനി ഉണ്ട്. സ്റ്റെപ്പിനി എപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്? 4 ടയറിലും കാറ്റുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ സ്റ്റെപ്പിനിയെ കുറിച്ച് ഓർക്കാറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ടയർ പഞ്ചറാകുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നതിനായിരിക്കും സ്റ്റെപ്പിനിയാണ്. ചിലരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ഈ പഞ്ചറാകുമ്പോൾ മാത്രം ഉള്ളൊരു സാധനമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടാകുമ്പോൾ മാത്രം വിളിക്കാനുള്ളതാണ് ദൈവം. അത് കഴിയുമ്പോൾ ദൈവം നമ്മള് സ്റ്റെപ്പിനിയുടെ സ്ഥാനത്തേക്ക് കയറ്റി വെക്കുകയാണ്. എന്നാൽ ആ കൊട്ടേഷനിൽ പറയുകയാണ്, പ്രയർ ഈസ് ദി സ്റ്റിയറിംഗ് വീൽ. ഏത് മനുഷ്യനും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവൻ പിടിക്കുന്ന ഒരു വീലുണ്ട്, അത് സ്റ്റിയറിംഗ് ആണ്. അതിനെ ഓർക്കാതെ അവന് പോകാൻ നോക്കിയില്ല. കാരണം അതിൽ നിന്നും അല്പം ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലുമൊക്കെ മാറിപ്പോയി അപകടം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെയാണ് ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയുടെയും വിശ്വാസ ജീവിതത്തിന്റെയും സാന്നിധ്യം സാധ്യത എന്ന് ഓർക്കുക. ഫലം നൽകുവാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ക്രിസ്തുവിന് വേണ്ടി എല്ലാ കാലത്തും ഫലം നൽകുവാൻ തക്കവണ്ണം ബാധ്യതയുണ്ട്. നമ്മുടെ എക്സ്ക്യൂസസ് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എക്സ്ക്യൂസസ് ഉള്ളിടത്തൊക്കെയാണ് ദൈവം ശപിച്ച് ഉണക്കിക്കളയുന്നത് എന്ന് വേദപുസ്തകം തന്നെ സാക്ഷിക്കുകയാണ്. 4ാമത് ഒരു വൃക്ഷം കൂടി പറഞ്ഞവസാനിപ്പിക്കാം. കാൽവറിയിലെ ജീവവൃക്ഷം,
the tree of life at Calvary. ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, ഫലമില്ലാത്ത വൃക്ഷമായിരുന്നു ഇടത്തെ വൃക്ഷം. വലത്തെ വൃക്ഷം ഫലം കായ്ക്കാൻ വളമിട്ട് ചെത്തി വെടിപ്പാക്കിയ വൃക്ഷമായിരുന്നു. മധ്യത്തിലെ വൃക്ഷം അത് ക്രിസ്തുവിന്റെ കുരിശ്, അത് ജീവവൃക്ഷമാണ്. ആ വൃക്ഷം എങ്ങനെയാണ് കാൽവറിയിൽ വന്നതിനെ സംബന്ധിച്ച് യഹൂദന്മാരുടെ ഒരു നാടോടി കഥ തന്നെയുണ്ട്. യേശുവിനെ കുരിശ് യഹൂദന്മാർ ചിന്തിച്ചത് ഏറ്റവും ഭാരമുള്ള കുരിശ് തന്നെ ഇവന് കൊടുക്കണം. ഇവനെ ജീവിതത്തിൽ എത്രയും കഷ്ടപ്പെടുത്താമോ അത്രമാത്രം കഷ്ടപ്പെടുത്തി തന്നെ കുരിശിൽ തറയ്ക്കണം. അതുകൊണ്ട് ഏറ്റവും ഭാരമുള്ള കുരിശ് അന്വേഷിച്ച് അവർ നടക്കുക, ഒരു തടി കഷ്ണം അന്വേഷിച്ച് അവര് നടക്കുകയാണ്. യഹൂദന്മാരുടെ ഇടയിൽ നാടോടി കഥ ഒരുപക്ഷെ നിങ്ങൾ ആരും ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകാം. ഇപ്രകാരം ഒരു കഥ, ഒരു നാടോടി കഥ യഹൂദന്മാരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ കുരിശിനെ സംബന്ധിച്ച് ഉണ്ട്. യേശുക്രിസ്തുവിന്റെ ഏകദേശം ആദാമിന് ശേഷം 4000 വർഷങ്ങൾക്ക് ശേഷമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം നടക്കുന്നത്. ആദാമിന് ശേഷം 4000 വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകുന്ന, നമ്മെ ത്രസിപ്പിക്കുന്ന ചില അത്ഭുതങ്ങൾ ഈ വൃക്ഷത്തിന്റെ യേശുവിന്റെ കുരിശിന്റെ പിന്നിലുണ്ട് കാണാനൊക്കെ ഉണ്ട്. അതിങ്ങനെയാണ്: ഏദൻ തോട്ടത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞ് ആദമിന് 930 വയസ്സ് പ്രായമായി. അവൻ ക്ഷീണിതനും രോഗിയുമായി തന്റെ രോഗസൗഖ്യത്തിന് ഏദനിലെ ജീവവൃക്ഷത്തിന്റെ കറ നല്ലതാണെന്ന് മകനായ ശേത്തിനോട് ആദാം പറഞ്ഞതനുസരിച്ച് ശേത്ത് ഏദൻ തോട്ടത്തിന്റെ വാതിലെത്തി കാവൽ മാലാഖയോട് പറഞ്ഞു. കാരണം ഇവര് പോയി കഴിഞ്ഞപ്പോൾ ഏദനിൽ മിന്നുന്ന വാളുമായി മാലാഖയെ ദൈവം നിർത്തിയിട്ടുണ്ട്. ആദാമിന്റെ മകനായ ശേത്ത് ചെന്ന് തന്റെ പിതാവിന്റെ സൗഖ്യത്തിന് ഏദൻ തോട്ടത്തിലെ ആ വൃക്ഷത്തിന്റെ കറ അല്പമെങ്കിലും തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ മാലാഖ ജീവവൃക്ഷത്തിന്റെ കറ നൽകിയില്ല. പകരം ജീവവൃക്ഷത്തിൽ നിന്നുള്ള 3 വിത്തുകൾ നൽകി ശേത്തിനെ തിരിച്ചയക്കുന്നു. മാലാഖ ഒരു കാര്യം കൂടെ ശേത്തിനെ അറിയിക്കുന്നു. കൂടാതെ ഈ 3 വിത്തുകൾ ഭാവി ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരും എന്നാണ് ശേത്തിനോട് മാലാഖ പറയുന്നത്. ശേത്ത് തനിക്ക് ലഭിച്ച 3 വിത്തുകളും മാലാഖ നൽകിയ വാഗ്ദാനവും ആദാമിനെ അറിയിക്കുന്നു. ഏദനിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മൗനിയും ദുഃഖിതനുമായിരുന്ന ആദാം മാലാഖയുടെ സന്ദേശം അറിഞ്ഞ് ആദ്യമായി അന്ന് ഏദൻ തോട്ടത്തിന് പോകുന്നതിന് ശേഷം അന്നാണ് ആദ്യമായി ശേത്ത് ചിരിക്കുന്നത്. അല്പം കഴിഞ്ഞ് ആദാം മരിക്കുന്നു. ശേത്ത് പിതാവിന്റെ നാവിനടിയിൽ ഈ 3 വിത്തുകൾ നിക്ഷേപിച്ച് ആദാമിനെ അടക്കം ചെയ്യുന്നു. കാലങ്ങൾക്ക് ശേഷം ആദാമിന്റെ ശവകുടീരത്തിൽ നിന്നും പല ശാഖകളുള്ള ഒരു വൃക്ഷം വളർന്നു വന്നു. ഈ വൃക്ഷം വേദപുസ്തകത്തിലെ പല സംഭവങ്ങൾക്കും അടിസ്ഥാനമാകുന്നു. പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ മോശയുടെ വടി ഈ വൃക്ഷത്തിന്റെ ശാഖയിൽ നിന്നും വെട്ടിയെടുത്തതാണ്. ദാവീദ് രാജാവ് തന്റെ ഉദ്യാനത്തിൽ ഈ അപൂർവയിനം വൃക്ഷം മാറ്റി നട്ടു. അത് അവിടെ ഒരു വലിയ വൃക്ഷമായി വളർന്നു വന്നു. തന്റെ കൊട്ടാരത്തിന്റെ പണിക്ക് ഉപയോഗിക്കാൻ ശലോമോൻ രാജാവ് ഈ വൃക്ഷം വെട്ടിയെടുത്തു. എന്നാൽ മരപ്പണിക്കാർക്ക് ഒരു പണിക്കും ഉപയോഗിക്കാൻ കഴിയാത്തിരുന്നുള്ള ഒരു വൃക്ഷമായിരുന്നു അത്. അവർ ഉദ്ദേശിക്കുന്ന ഉപയോഗത്തിന് ഒന്നുകിൽ അത് വലിപ്പ കൂടുതലോ അല്ലെങ്കിൽ വലിപ്പക്കുറവോ അനുഭവപ്പെട്ടു. അവസാനം ശലോമോൻ രാജാവ് തന്റെ ഉദ്യാനത്തിലെ ഒരു തോടിന് കുറുകെ ഒരു പാലമായി അത് വെച്ചു. ഒരിക്കൽ ശേബ രാജ്ഞി ശലോമോനെ സന്ദർശിക്കാൻ വന്നപ്പോൾ ഈ പാലത്തിൽ കൂടി യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ അതിൽ പാദം വെക്കുന്നതിന് മുമ്പേ തന്നെ അവർ അങ്ങേക്കരയിലെത്തി. ശേബ രാജ്ഞി
ശലോമോനോട് പറഞ്ഞത് സാധാരണ വൃക്ഷമല്ല, അതുകൊണ്ട് ഇത് അത്ഭുത വൃക്ഷമാണെന്ന് പറഞ്ഞ് അത് ശലോമോൻ തന്റെ കൊട്ടാരത്തിൽ മനോഹരമായി അലങ്കരിച്ച് രത്നങ്ങളൊക്കെ പതിച്ച് സ്വർണമൊക്കെ പതിച്ച് മുഖ്യസ്ഥാനത്ത് പ്രദർശിപ്പിച്ചു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ അതിലെ വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയും എടുത്തു മാറ്റി ഒരു കുളത്തിൽ നിക്ഷേപിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ബഥേസ്ദ കുളത്തിൽ. ആ കുളത്തിന് 5 മണ്ഡപം ഉണ്ടായിരുന്നുവെന്നും നാനാവിധത്തിലുള്ള രോഗികളും കരയിൽ വെള്ളത്തിന്റെ ഇളക്കം പാർത്ത് കിടന്നിരുന്നുവെന്നും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ക്രിസ്തു 38 വർഷം തളർന്നു കിടന്ന ഒരു മനുഷ്യനെ അവിടെ വന്ന് സൗഖ്യമാക്കുന്നുണ്ട്. അവൻ പറയുന്ന ഒരു കഥയുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഒരു മാലാഖ ഇറങ്ങി ഈ വെള്ളം കലക്കും. ആ സമയത്ത് ആരെങ്കിലും ആദ്യമേ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് സൗഖ്യം വരും. പക്ഷെ എന്നെ എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇറക്കാൻ തക്കവണ്ണം ആരുമില്ലാത്തതുകൊണ്ട് എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ല. പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു, ആ മരം ആ ബഥേസ്ദ കുളത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്നും ലഭിച്ച ആ 3 വിത്തുകളിൽ നിന്നും മുളച്ചു വന്ന വൃക്ഷമാണ് ശലോമോന്റെ കൊച്ചുമകൻ ഈ ബഥേസ്ദ കുളത്തിൽ നിക്ഷേപിച്ചത്. അത് പവിത്രമായതുകൊണ്ടാണ് മാലാഖമാർ വന്ന് ആ മരത്തിൽ പായൽ പിടിക്കാതെ അതെപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്നത്. യഹൂദന്മാർക്ക് അറിവ് കിട്ടി, ഈ ബഥേസ്ദ കുളത്തിൽ ഇങ്ങനെ ഒരു മരം കിടപ്പുണ്ട്, നൂറ്റാണ്ടുകളായി അവിടെ കിടക്കുന്നതാണ്. വെള്ളം പിടിച്ച് അതിന്റെ ഭാരം ഉദ്ദേശിക്കുന്നതിന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് യേശുവിനെ കുരിശിക്കുവാനൊക്കെ വണ്ണം ഏറ്റവും നല്ല വൃക്ഷം അല്ലെങ്കിൽ ഭാരമുള്ള വൃക്ഷം ഈ ബഥേസ്ദ കുളത്തിലെ ഈ വൃക്ഷം തന്നെയാണെന്ന് മനസ്സിലാക്കി അവർ ആ കുരിശെടുത്താണ്, അല്ലെ ആ വൃക്ഷം എടുത്താണ് ക്രിസ്തുവിനെ കുരിശിക്കുവാനൊക്കെ കൊണ്ടുവന്നത്. ആ വൃക്ഷം കാൽവറിയിൽ ഫലം കായ്ച്ചു. സഭ സ്ഥാപിതമാകുന്നത് ആ കുരിശിൽ വെച്ചാണ്. സഭയുടെ 2 കൂദാശകൾ സ്ഥാപിതമാകുന്ന ആ കുരിശിൽ വെച്ചാണ്. യേശുവിന്റെ വിലാപ്പുറത്ത് ഒരു പടൻ കുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്ന് പറയുമ്പോൾ പിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് രക്തം വിശുദ്ധ കുർബാനയും വെള്ളം വിശുദ്ധ മാമോദീസയുമാണെന്നാണ്. ഇപ്പൊ കൂദാശകൾ ഫലം നൽകാതിരുന്ന വൃക്ഷത്തിൽ കാൽവരിയിലെ ഫലം വൃക്ഷം 4000 വർഷങ്ങൾ കിടന്ന് വെള്ളത്തിൽ കിടന്നിരുന്ന ആ വൃക്ഷം ഫലം നൽകി അവിടെ സഭയ്ക്ക് കൂദാശ സ്ഥാപിക്കപ്പെടുകയാണ്. വിശുദ്ധ കുർബാനയും വിശുദ്ധ മാമോദീസായും അതോടൊപ്പം കള്ളന്റെ കുമ്പസാരവും അതിനുള്ള മോചനവും നടക്കുന്നതും അതും കാൽവരിയിലെ കുരിശിൽ വെച്ച് തന്നെയാണ്. അവനോട് നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറയുമ്പോൾ ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് ക്രിസ്തു നീ നിന്റെ പാപം എല്ലാം മോചിച്ചിരിക്കുന്നു. കുമ്പസാരത്തിന്റെ പ്രത്യേകത അത് തന്നെ. അത് മാനസാന്തരം നൽകുന്ന, പാപമോചനം നൽകുന്ന കൂദാശയാണ്. വിശുദ്ധ കുർബാനയും കുമ്പസാരവും വിശുദ്ധ മാമോദീസായും ഒക്കെ ഉത്ഭവിച്ചത് കാൽവറിയിലെ ആ കുരിശുമരത്തിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഫലം നൽകാതിരുന്ന മുൾപ്പടർപ്പ് ഫലം നൽകുവാൻ തക്കവണ്ണം, ഫലം നൽകിയെങ്കിലും എല്ലാവർക്കും ഭക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയാതിരുന്ന ഏതെനിലെ വൃക്ഷം, ഫലം നൽകേണ്ടിയിരുന്നിട്ടും ഫലം നൽകാതിരുന്ന ബഥാനിയിലെ വൃക്ഷം, എന്നാൽ കാൽവറിയിലെ വൃക്ഷം ഫലം നൽകി. ആ ഫലമാണ്, ആ ഫലത്തിന്റെ അംശങ്ങളാണ് ഞാനും നിങ്ങളും. അതിൽ നിന്ന് ഒഴുകിയെത്തിയ രക്തവും വെള്ളവും അതാണ് എന്നെയും നിങ്ങളെയും ഈ സഭയിൽ വിശ്വാസത്തോടെ നിലനിർത്തുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഫലമില്ലാത്ത മനുഷ്യരായി ജീവിക്കാനല്ല, ദൈവം ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാനും അതോടൊപ്പം ദൈവം നൽകുന്ന നന്മയുടെ ഫലങ്ങൾ സ്വയം അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുവാനും ഒക്കെ കഴിയുമ്പോൾ കാൽവറിയിലെ കുരിശ്
സാർത്ഥകമായ കുരിശായി മാറും. ഒരു പിതാവ് പറഞ്ഞിട്ടുണ്ട്, ക്രോസ് ഈസ് ദ സക്സസ് ഓഫ് ഫെയില്യൂർ. ക്രോസ് ഈസ് ദ സക്സസ് ഓഫ് ഫെയില്യൂർ. ആരുടെയൊക്കെ പരാജയത്തിന്റെ വിജയമാണ് കുരിശ്. ആരൊക്കെയോ പരാജയപ്പെട്ടപ്പോൾ ആ പരാജയത്തെ വിജയിച്ചുകൊണ്ട് ക്രിസ്തു കുരിശിൽ ഉയർന്നു നിന്നു. ക്രോസ് ഈസ് ദ സക്സസ് ഓഫ് ഫെയില്യൂർ. നാം പരാജയപ്പെടരുത്. നമ്മുടെ പരാജയം കൊണ്ട് ഇനി ഒരിക്കലും ക്രിസ്തു കുരിശിക്കപ്പെടാനിടയാകരുത്. ആ ഫലം കായ്ക്കുന്ന ഫലം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ കാൽവരിയിലേക്ക് അടുത്തു വരാം. ഇനിയും ഈ ജീവന്റെ വൃക്ഷത്തെ കുമ്പിടാനുള്ള സമയം അടുത്തു വരികയാണ്. ആ ജീവന്റെ വൃക്ഷത്തെ കുമ്പിടുമ്പോൾ നമ്മൾ ആരോടൊപ്പം ചേർന്ന പാടുന്ന നേരം മലങ്കര സഭ കള്ളനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമായിരുന്നു. ഇല്ലേ? നമ്മൾ അങ്ങനെ പാട്ട് പാടുന്നുണ്ട്. ആത്മാക്കളെ രക്ഷിച്ചൊരു നിൻ സ്ലേബായ നമിക്കുന്നങ്ങൾ മശീഹ, നിൻ വരവതിനായി ഗാനങ്ങൾ പാടും ഇതു കള്ളനോപ്പം. പക്ഷെ സാധാരണ ആയിരുന്നില്ല, ഫലം കായ്ച്ചവനായിരുന്നു. അവനോട് ചേർന്ന് മലങ്കര സഭയിൽ നിന്ന് തമ്പുരാന്റെ ഫലം കായ്ച്ച കുരിശിനെ മുത്തുവാന്റെ കോണം വന്നു നിൽക്കുകയാണ്. നമുക്ക് ഹൃദയവേദനയോടെ തമ്പുരാന്റെ ഈ കഷ്ടാനുഭവത്തിൽ പങ്കുചേരാം. കേവലം ഫലമില്ലാത്ത മനുഷ്യ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറാതെ അനേകർക്ക് ദൈവത്തിന്റെ സഭയ്ക്ക്, ലോകത്തിന് ഫലം നൽകുന്ന നല്ല വൃക്ഷങ്ങളായി ഈ കഷ്ടാനുഭാഴ്ചയിൽ നമുക്ക് മാറാനൊക്കെ വണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.